ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, സുഹൃത്തുക്കളെ ഒരുപാട് പേര് ടെലിഗ്രാമിന്റെ ലിങ്ക് ചോദിക്കുന്നുണ്ട്. ടെലിഗ്രാമിന്റെ ലിങ്ക് സബ്സ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. സുഹൃത്തുക്കൾ ടെലിഗ്രാം ലിങ്ക് ഉപയോഗിച്ച് നമ്മുടെ ചാനലിന്റെ ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യുക. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെയും PDF ഫയൽ അതിനകത്ത് ലഭിക്കുന്നതാണ്. സുഹൃത്തുക്കൾക്ക് അത് ഭാവിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ടെലിഗ്രാമിന്റെ ലിങ്ക് കൃത്യമായിട്ട് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടായിരിക്കും. സുഹൃത്തുക്കൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം ഏതാ സുഹൃത്തുക്കളെ? കൊച്ചിയാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കൊച്ചിയാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ കൊച്ചിയിലാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ്. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്താ പറഞ്ഞത്? ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ കേരളമാണ്. കേരളത്തിൽ സ്പൈസസ് ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കൊച്ചിയാണ്. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. അതിനോടൊപ്പം തന്നെ നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതും എവിടെയാ സുഹൃത്തുക്കളെ? കൊച്ചിയിലാണ്. പഠിക്കുക. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവുമാണ്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് കുരുമുളകും സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഏലവുമാണ്. കേരളത്തിൽ സുഗന്ധവ്യഞ്ജന പാർക്ക് പുറ്റടിയിലാണ്. കേരളത്തിലെ സുഗന്ധവ്യഞ്ജന പാർക്ക് എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? പുറ്റടിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയില്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോട് ജില്ല. കേരള സർക്കാർ പുതുതായി ആരംഭിക്കുന്ന സുഗന്ധവ്യഞ്ജന പാർക്ക് വരുന്നത് തൊടുപുഴയിലാണ്. മറക്കരുത്. കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്, മറക്കരുത് സുഹൃത്തുക്കള്. കേരള സർക്കാർ പുതുതായി ആരംഭിക്കുന്ന സുഗന്ധവ്യഞ്ജന പാർക്ക് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് തൊടുപുഴയിലാണ്. ഈ പുറ്റടി എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? അത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ പഠിക്കേണ്ടതാണ് തൊടുപുഴയും എവിടെയാണ്? ഇടുക്കി ജില്ലയാണ്. മറക്കരുത് കേട്ടോ. ഒന്നുകൂടി പറയാം, കേരളത്തിലെ സുഗന്ധവ്യഞ്ജന പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടിയിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചിന്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ കോഴിക്കോടാണ്. ഇത് രണ്ടും 100-ൽ കൂടുതൽ തവണ PSC റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യം. അതിനോടൊപ്പം ഇപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സ് ആയിട്ട് പഠിക്കേണ്ട പോയിന്റ് ആണ്, കേരള സർക്കാർ പുതുതായി ആരംഭിക്കുന്ന സുഗന്ധവ്യഞ്ജന പാർക്ക് എവിടെയെന്ന് ചോദിച്ചാൽ അത് തൊടുപുഴയിലാണ്. എവിടെയാണ്? തൊടുപുഴ, ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ഏതെന്ന് ചോദിച്ചാൽ അത് വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം മംഗളവനം വന്യജീവി സങ്കേതം. മറക്കരുത്, എവിടെയാണ്? എറണാകുളം ജില്ല. മറക്കരുത്, എവിടെയാണ് അവൻ? എറണാകുളം ജില്ല. അപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം ചോദിച്ചാൽ വയനാട് വന്യജീവി സങ്കേതം. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ മംഗളവനം. അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവയിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗങ്ങളും PSCയുടെ സ്ഥിരം ചോദ്യമാണ്. ഇപ്പോൾ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന ചോദ്യമാണ്. അതുകൊണ്ട് അവ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരിക്കണം. മറക്കരുത്. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേന്ന് ചോദിച്ചാൽ അത് സിംഹവാലൻ കുരങ്ങുകളാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, വെടിപ്ലാവിന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് സൈലന്റ് വാലിയിൽ സിംഹവാലൻ കുരങ്ങുകൾ കൂടുതലായി കാണപ്പെടുന്നത്. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ആനയും കടുവയും. മറക്കരുത്, പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ്? ആനയും കടുവയും. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ കടുവയും ആനയും. ഇത് രണ്ടും മറക്കരുതേ സുഹൃത്തുക്കളെ. പെരിയാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ ആനയും കടുവയും. പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലും സെയിം ആണ്, ആനയും കടുവയും. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതെന്ന് ചോദിച്ചാൽ അത് ആനയാണ്. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമേതാണ്? ആനയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്നതാണ് ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമകളും. മറക്കരുത്, ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന അല്ലെങ്കിൽ കാണപ്പെടുന്നത് ആരൊക്കെയെന്ന് ചോദിച്ചാൽ അത് ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമകളുമാണ്.
കക്കയം വന്യജീവി സങ്കേതത്തിലാണ് റീഡു തവളകൾ കാണപ്പെടുന്നത്. കക്കയം വന്യജീവി സങ്കേതത്തിൽ കാണപ്പെടുന്നത് ആരാണ്? റീഡു തവളകളാണ്, മറക്കരുത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് പന്നിമൂക്കൻ തവളകള്, മറക്കരുത്, തമ്മിൽ കൺഫ്യൂഷൻ ആവരുത്. കക്കയം വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നത് റീഡ് തവളകളും കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്നത് പന്നിമൂക്കൻ തവളകളുമാണ്. ആരാണ്? പന്നിമൂക്കൻ തവളകളുമാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം നമുക്ക് എല്ലാവർക്കും അറിയാം മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ചൂലന്നൂർ പക്ഷി സങ്കേതം ഏതാണ്? മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം വരയാട്. ഏറ്റവും കൂടുതൽ PSC ചോദിച്ചിട്ടുള്ളത് 100 തവണയിൽ കൂടുതൽ റിപ്പീറ്റ് ആയി ചോദിച്ച ചോദ്യമാണ്. ഇരവികുളം വന്യജീവി സങ്കേതത്തിൽ അല്ലെങ്കിൽ ഇരവികുളം നാഷണൽ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. ഇനി മംഗളവനം പക്ഷി സങ്കേതത്തിലാണ് പ്രത്യേക ഇനം കടവാവലുകളും ചിലന്തികളെയും സംരക്ഷിക്കപ്പെടുന്നത്. പ്രത്യേക ഇനം കടവാവലുകളെയും ചിലന്തികളെയും സംരക്ഷിക്കപ്പെടുന്ന പക്ഷി സങ്കേതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മംഗളവനം പക്ഷി സങ്കേതം. ഒന്നുകൂടി പറയുവാണ്, സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വന്യജീവി സങ്കേതം എന്ന് പറയുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് മംഗളവനം, സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ല. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളും അവയിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവിവർഗങ്ങളുമാണ് ഇനി നമുക്ക് നോക്കാനുള്ളത്. സൈലന്റ് വാലി സംരക്ഷിക്കുന്ന മൃഗം എന്ന് ചോദിച്ചാൽ അത് സിംഹവാലൻ കുരങ്ങാണ്. പെരിയാർ വന്യജീവി സങ്കേതത്തിലും പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലും സംരക്ഷിക്കപ്പെടുന്ന മൃഗങ്ങൾ ആനയും കടുവയും. വയനാട് വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? ആനയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ സംരക്ഷിക്കപ്പെടുന്ന ജീവികളാണ് ചാമ്പൽ മലയണ്ണാനും നക്ഷത്ര ആമകളും. കക്കയം വന്യജീവി സങ്കേതത്തിലാണ് റീഡ് തവളകൾ കാണപ്പെടുന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിലാണ് പന്നിമൂക്കൻ തവളകൾ കാണപ്പെടുന്നത്. ചൂലന്നൂർ പക്ഷി സങ്കേതം മയിൽ സംരക്ഷണ കേന്ദ്രമാണ്. ഇരവികുളം നാഷണൽ പാർക്ക് അല്ലെങ്കിൽ ഇരവികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എന്താണ്? വരയാടാണ്, മറക്കരുത്. മംഗളവനം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പ്രത്യേക ഇനം കടവാവലുകളും അതുപോലെ തന്നെ ചിലന്തികളും. അടുത്തതായി നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ഈഴവ മെമ്മോറിയൽ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ് ഈഴവ മെമ്മോറിയൽ. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗത്തിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനം അറിയപ്പെടുന്ന പേരാണ് ഈഴവ മെമ്മോറിയൽ. പഠിച്ചോളനെ, തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്ന് അറിയപ്പെടുന്നത്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പുവാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒരുപാട് തവണ ചോദിച്ചതാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. ഈ 1896 അണ്ടർലൈൻ ചെയ്ത് പഠിക്കണം. മിക്കുള്ള സുഹൃത്തുക്കളും തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതിയാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂറിലെ ദിവാൻ ശങ്കര സുബ്ബയ്യയാണ്. ഇതും PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്, അതുകൊണ്ട് പഠിക്കുക. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ആരെന്ന് ചോദിച്ചാൽ അത് ശങ്കര സുബ്ബയ്യയാണ്, അല്ലാതെ T രാമറാവു അല്ല കേട്ടോ. T രാമറാവു ഒക്കെ മാറി. കാരണം 1891 T രാമറാവു ഉണ്ടായിരുന്നത്. അതിനുശേഷം 1896 ഈഴവ മെമ്മോറിയൽ വരുന്നത്. ആ സമയമായപ്പോഴേക്കും തിരുവിതാംകൂറിലെ ദിവാൻ മാറിയിരുന്നു. അപ്പോൾ ശങ്കര സുബ്ബയ്യയുടെ കാലത്താണ് 1-ാം ഈഴവ മെമ്മോറിയൽ നൽകുന്നത്. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176. ഈഴവ മെമ്മോറിയലില് ഒപ്പുവെച്ച വ്യക്തികളുടെ എണ്ണം ചോദിച്ചാൽ അത് 13,176. 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിന്. അത് 1900. ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് പറഞ്ഞത്. 2-ാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴ്സൺ പ്രഭുവിനാണ്. വർഷം 1900. 2-ാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ഡോക്ടർ പൽപ്പു തന്നെയാണ്. 2-ാം ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയതും ഡോക്ടർ പൽപ്പു തന്നെയാണ്. ഇതിനോടൊപ്പം പഠിച്ചങ്ങ് പോവുക. 2-ാം ഈഴവ മെമ്മോറിയൽ നേതൃത്വം നൽകിയതും ഡോക്ടർ പൽപ്പു തന്നെയാണ്. ഒന്നും കൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക. തിരുവിതാംകൂറിൽ ഈഴവർക്ക് സർക്കാർ ഉദ്യോഗങ്ങളിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച നിവേദനമാണ് ഈഴവ മെമ്മോറിയൽ എന്നറിയപ്പെടുന്നത്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയ വ്യക്തി ഡോക്ടർ പൽപ്പുവാണ്. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ട വർഷം 1896 സെപ്റ്റംബർ മാസം 3-ാം തീയതി. ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കുമ്പോൾ തിരുവിതാംകൂർ ദിവാൻ ശങ്കര സുബ്ബയ്യ. ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 13,176.
രണ്ടാം ഈഴവ് മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കെഴ്സൺ പ്രഭുവിനാണ്. അത് 1900-ലായിരുന്നു. രണ്ടാം ഈഴവ് മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപു ആണ്. ഇതിലെല്ലാ പോയിന്റും PSC പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഈ ഭാഗം വ്യക്തമായിട്ട് പഠിക്കുക. സൗരയൂഥത്തിലെ കേന്ദ്രം സൂര്യനാണ് എന്ന് വാദിച്ച പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനാണ് നിക്കോളാസ് കോപ്പർനിക്കസ്. പ്രീവിയസ് ചോദ്യമാണ്. സൗരയൂഥത്തിന്റെ കേന്ദ്രം സൂര്യനാണ് എന്ന് വാദിച്ച പോളണ്ടുകാരനായ വാനശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരുപാട് LD, LP, UP അതുപോലെ തന്നെ LGS ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിരുന്നു. സൗരയൂഥത്തിലെ കേന്ദ്രം സൂര്യനാണ് എന്ന് വാദിച്ച പോളണ്ടുകാരനായിട്ടുള്ള വാനശാസ്ത്രജ്ഞനാരെന്ന് ചോദിച്ചാൽ അത് നിക്കോളാസ് കോപ്പർനിക്കസ് ആണ്. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 8 ആണ്. തെറ്റിപ്പോവല്ലേ? സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം ചോദിച്ചാൽ അത് 8 ആണ്. എത്ര ഗ്രഹങ്ങളുണ്ട് സുഹൃത്തുക്കളെ? 8 ഗ്രഹങ്ങളുണ്ട്. ആരൊക്കെയാണ് അവൻ? ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ. ഇതുമായി ബന്ധപ്പെട്ടുള്ള കോഡൊക്കെ നമുക്ക് പഠിക്കാം. ഇപ്പോ സുഹൃത്തുക്കൾ ജസ്റ്റ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഗ്രഹങ്ങളെ പറ്റി ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതല്ല ഗ്രഹങ്ങളെ പറ്റി നമ്മൾ ഇമ്പോർട്ടൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഇതിൽ നിന്ന് കുറച്ചുകൂടി പോയിന്റ്സ് നമ്മൾ പഠിക്കാനുണ്ട്. അത് വ്യക്തമായിട്ട് നമ്മൾ പഠിക്കും. ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ ബേസിൽ പറയുന്നത് കൊണ്ട് 5ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കുവാനുള്ള ഭാഗത്ത് നിന്ന് പറയുന്നത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ബുധൻ ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹമാരെന്ന് ചോദിച്ചാൽ അത് ബുധനും ശുക്രനുമാണ് കേട്ടോ. ഉപഗ്രഹങ്ങളില്ലാത്ത ഗ്രഹം ചോദിച്ചാൽ അത് ബുധനും ശുക്രനുമാണ്. ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുതാരെന്ന് ചോദിച്ചാൽ അത് ബുധനാണ്. ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറുതാര സുഹൃത്തുക്കളെ? അത് ബുധനാണ്. ഗ്രഹങ്ങളിൽ ഏറ്റവും ചെറിയവനാരാണ്? അത് ബുധനാണ്. അടുത്തതാണ് ശുക്രൻ. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം എന്നറിയപ്പെടുന്നത് ശുക്രനാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ശുക്രനാണ്. ഏറ്റവും കൂടുതൽ PSC ഉദ്യോഗാർത്ഥികൾ തെറ്റിക്കുന്ന പോയിന്റ് ആണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ചൂടുള്ള ഗ്രഹം ചോദിച്ചാൽ അത് ശുക്രനാണ്. ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ട് ഓപ്ഷനകത്ത് ബുധൻ തന്നിരിക്കും. അത് ഒരിക്കലും നിങ്ങൾ ആൻസർ കൊടുക്കരുത്, തെറ്റാണ്. ഏറ്റവും ചൂടുള്ള ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ അത് ശുക്രനും. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ആരെന്ന് ചോദിച്ചാൽ അത് ബുധനും ആണ് കേട്ടോ. സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹം ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് അത് ബുധനാകുന്നത്, മറക്കരുത്. ഉപഗ്രഹങ്ങൾ ഇല്ല ശുക്രനെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഭൂമിയെ പറ്റിയിട്ടാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ഭൂമിയാണ്. ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. അതുകൊണ്ട് തന്നെ നീലഗ്രഹം എന്നറിയപ്പെടുന്നത് ആരാണ്? ഭൂമിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ഭൂമിയാണ്. ജീവൻ നിലനിൽക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ആരെന്ന് ചോദിച്ചാൽ അത് ചന്ദ്രനാണ്. പഠിച്ചോളെ, ഭൂമിയുടെ ഒരേ ഒരു ഉപഗ്രഹം ചോദിച്ചാൽ അത് ആരാണ്? ചന്ദ്രനാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് ചൊവ്വാഗ്രഹത്തെ പറ്റിയാണ്. ചൊവ്വയ്ക്ക് 2 പ്രധാനപ്പെട്ട ഉപഗ്രഹങ്ങളുണ്ട്. ചൊവ്വയ്ക്ക് എത്ര ഉപഗ്രഹങ്ങളുണ്ട് സുഹൃത്തുക്കളെ? 2 ഉപഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ പണ്ടു ജലം ഒഴുകിയിരിക്കുന്നതിൻ്റെതായ സൂചനകൾ കണ്ടെത്തിയിട്ടുള്ള ഗ്രഹം ചോദിച്ചാൽ അത് ചൊവ്വയാണ്. പണ്ടുകാലത്ത് ജലം ഒഴുകിയിരുന്നതിന്റെ തെളിവുകൾ കണ്ടെത്തിയിരിക്കുന്ന ഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചൊവ്വയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഉപഗ്രഹങ്ങളില്ലാത്ത 2 പ്രധാനപ്പെട്ട ഗ്രഹങ്ങൾ ഒന്ന് ബുധനും ശുക്രനുമാണ്. ഏറ്റവും ചെറിയ ഗ്രഹം എന്നറിയപ്പെടുന്നതും സൂര്യനോട് ഏറ്റവും അടുത്തായി കാണപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാലും അത് ബുധനാണ്. ഏറ്റവും തിളക്കമുള്ള ഗ്രഹവും ഏറ്റവും ചൂട് കൂടിയ ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ശുക്രനാണ്. അതുപോലെ തന്നെ ബഹിരാകാശത്ത് നിന്ന് നോക്കുമ്പോൾ നീല നിറത്തിൽ കാണപ്പെടുന്ന ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ഭൂമിയാണ്. ജീവൻ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഏക ഗ്രഹം ചോദിച്ചാൽ അത് ഭൂമിയാണ്. ഭൂമിയുടെ ഉപഗ്രഹം ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ചന്ദ്രനാണ്. 2 ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമാരെന്ന് ചോദിച്ചാൽ അത് ചൊവ്വയാണ്. പണ്ട് കാലത്ത് ജലം ഒഴുകിയതിന്റെ സൂചനകൾ ലഭിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ തെളിവുകൾ ലഭിച്ചിട്ടുള്ള ഗ്രഹം എന്ന് ചോദിച്ചാലും അത് നമ്മുടെ ചൊവ്വയാണ്. പഠിക്കുക. അടുത്തതാണ് നമ്മൾ വ്യാഴത്തെ പറ്റി പഠിക്കുവാണ്. ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. സൂര്യനെ വലം വെക്കാൻ വ്യാഴം എടുക്കുന്നത് 12 വർഷം. ഇതിനെയാണ് ഒരു വ്യാഴവട്ടം എന്ന പേരിൽ അറിയപ്പെടുന്നത് കേട്ടോ. ഒരു വ്യാഴവട്ടം എന്നറിയപ്പെടുന്നത് 12 വർഷമാണ്. കാരണം നമ്മുടെ വ്യാഴത്തിന് സൂര്യനെ ഒരു തവണ വലം വെക്കാൻ വേണ്ട വർഷം എത്രയാണ്? 12 വർഷമാണ്. ഒരു തവണ വലം വെക്കാൻ 12 വർഷം വേണം. അതുകൊണ്ടാണ് നമ്മൾ ഒരു വ്യാഴവട്ടം എന്നൊക്കെ പറയുന്നത് എത്രയാണ്? 12 വർഷമാണ്. പഠിക്കുക. ഈ 60-ലധികം ഉപഗ്രഹങ്ങൾ എന്നുള്ളത് പഠിക്കേണ്ട കേട്ടോ. ഉപഗ്രഹങ്ങൾ കൂടുതലുണ്ട്. അപ്പോൾ പഠിക്കുക സുഹൃത്തുക്കളെ. വ്യാഴം എന്ന് പറയുന്നത് നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. സൂര്യനെ വലം വെക്കാനായിട്ട് 12 വർഷം വേണം. ആർക്കാണ്? വ്യാഴത്തിന്. ഒരു വ്യാഴവട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 വർഷം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് ശനിയെ പറ്റിയാണ്.
ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ശനിയാണ്. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ശനിയാണ്. ശനിയുടെ ഉപഗ്രഹങ്ങളുടെ എണ്ണം 30 അല്ല, അത് പഠിക്കേണ്ട കാര്യമില്ല. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ശനിയാണ്. യുറാനസ് 25-ലധികം ഉപഗ്രഹങ്ങളുള്ളതാണ് യുറാനസ്. 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട് ആർക്കാണ്? യുറാനസിന്. സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷങ്ങൾ വേണം. പഠിച്ചോളെ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. യുറാനസിന് സൂര്യനെ വലം വയ്ക്കാനായിട്ട് 84 വർഷങ്ങൾ വേണം. പഠിക്കുക. യുറാനസിന് 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂര്യനെ വലം വയ്ക്കാൻ 84 വർഷം വേണം. ആർക്കാണ്? യുറാനസിന്. അടുത്തത് നമ്മൾ നെപ്റ്റ്യൂനെ പറ്റിയാണ് നോക്കാൻ പോകുന്നത്. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട് നെപ്റ്റ്യൂണ്. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട് നെപ്റ്റ്യൂണ്. സൂര്യനെ വലം വയ്ക്കാൻ 164 വർഷം വേണം. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൂര്യനെ വലം വയ്ക്കാൻ നെപ്റ്റ്യൂൺ എത്ര വർഷം വേണം സുഹൃത്തുക്കളെ? 164 വർഷം വേണം. എത്ര വർഷം വേണം? 164 വർഷം. ഒന്നുകൂടി പറയാം, കൺഫ്യൂഷൻ ഒന്നും ആകണ്ട. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം എന്നറിയപ്പെടുന്നത് വ്യാഴമാണ്. സൂര്യനെ വലം വയ്ക്കാൻ വ്യാഴത്തിന് വേണ്ടത് 12 വർഷമാണ്. ഒരു വ്യാഴവട്ടം എന്നറിയപ്പെടുന്നത് 12 വർഷം. ചുറ്റും വലയങ്ങളുള്ള ഗ്രഹം എന്ന് ചോദിച്ചാൽ അത് ശനിയാണ്. അതുപോലെ തന്നെ 25-ലധികം ഉപഗ്രഹങ്ങളുണ്ട് ആർക്ക്? യുറാനസിന്. സൂര്യനെ വലം വയ്ക്കാൻ യുറാനസിന് എടുക്കുന്ന സമയം 84 വർഷമാണ്. പഠിക്കുക. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട് ആർക്ക്? നെപ്റ്റ്യൂണ്. 1 ഡസനിലധികം ഉപഗ്രഹങ്ങളുണ്ട്. അതുപോലെ തന്നെ സൂര്യനെ വലം വയ്ക്കാൻ നെപ്റ്റ്യൂൺ എടുക്കുന്നത് 164 വർഷമാണ്. 164 വർഷമാണ്. പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദി. നാഗാർജുന സാഗർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? കൃഷ്ണ നദി. ഇന്ത്യയിലെ പ്രധാന അണക്കെട്ടുകളും അവ സ്ഥിതി ചെയ്യുന്ന നദികളും സുഹൃത്തുക്കൾ പഠിക്കാതെ പോകരുത്. അത്രയും ഇമ്പോർട്ടന്റ് ഉള്ള പോയിന്റ് ആണ് പറയുന്നത്. 100-ൽ കൂടുതൽ തവണ ഇവയിലെ എല്ലാ നദികളും അതുപോലെ തന്നെ ആ നദികളിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട അണക്കെട്ടുകളും PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുക. പ്രധാനപ്പെട്ട പോയിന്റ് ആണ് പറയുന്നത്. നാഗാർജുന സാഗർ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കൃഷ്ണ നദി. ഭക്രാനങ്കൽ സ്ഥിതി ചെയ്യുന്നത് സത്ലജ് നദി. ഹിരാക്കുട്ട് സ്ഥിതി ചെയ്യുന്നത് മഹാനദിയിലാണ്. തെഹരി ഡാം സ്ഥിതി ചെയ്യുന്നത് ഭഗീരഥി നദി. ദാമോദർ വാലി ദാമോദർ നദിയിൽ തന്നെയാണ്. ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് ചെനാബ് നദിയിലാണ്. ദുൽഹസ്തി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ചെനാബ് നദിയിലാണ്. കോസി ജലവൈദ്യുത പദ്ധതി കോസി നദിയില്. കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോസി നദിയില്. പോങ് ഡാം ഇല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം. മറക്കരുത്. പോങ് ഡാം അല്ലെങ്കിൽ ആ ഡാം അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബിയാസ് നദിയിലാണ്. പോങ് ഡാം ബിയാസ് നദിയിലാണ്. ഗ്രാൻഡ് അണക്കെട്ട് അല്ലെങ്കിൽ കല്ലണക്കെട്ട് എന്ന് പറയും. ഗ്രാൻഡ് അണക്കെട്ട് അല്ലെങ്കിൽ എന്താണ്? കൽ അണക്കെട്ട് എന്ന് പറയുന്നത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അത് കാവേരി നദിയിലാണ്. എവിടെയാണ്? കാവേരി നദിയിലാണ്. മറക്കരുത്. അപ്പോ അതുകൂടി ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക സുഹൃത്തുക്കൾ. ഒന്നുകൂടി പറയുവാണ്. നാഗാർജുന സാഗർ എന്ന് പറയുന്നത് കൃഷ്ണ നദി. ഭക്രാനങ്കൽ എന്ന് പറയുന്നത് സത്ലജ് നദി സ്ഥിതി ചെയ്യുന്ന ഡാമാണ്. ഹിരാക്കുട്ട് ഡാം മഹാനദി. തെഹരി ഡാം ഭഗീരഥി നദി. ദാമോദർ വാലി ദാമോദർ നദി. ദുൽഹസ്തി ഡാം ചെനാബ് നദി. കോസി ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കോസി നദി. പോങ് ഡാം അല്ലെങ്കിൽ അവൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത് ബിയാസ് നദിയിലാണ്. അതുപോലെ ഗ്രാൻഡ് ഡാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാവേരി നദിയിലാണ്. ഇത്രയും സുഹൃത്തുക്കൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതാണ്. നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം. ഇത്രയും ഡാമുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഡാമുകളും ഇത് സ്ഥിതി ചെയ്യുന്ന നദിയും പഠിച്ചു വെക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ സുഹൃത്തുക്കൾ വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കയ്യിൽ കോഡുണ്ട്. നമുക്ക് ഈസി ആയിട്ട് അങ്ങ് പഠിക്കാം. ഇവയിൽ ഈസി ആയിട്ട് നമുക്ക് 2 പ്രധാനപ്പെട്ട നദികളും ആ നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഡാമും പഠിച്ചു വെക്കാൻ പറ്റും. അതാണ് ദാമോദർ വാലി. ഓൾറെഡി അതിൽ തന്നെ നദിയുടെ പേര് വന്നിട്ടുണ്ട്, ദാമോദർ നദി. അതുപോലെ തന്നെയാണ് കോസി ജലവൈദ്യുത പദ്ധതിയിൽ അതിൽ തന്നെ നദിയുടെ പേരും വന്നിട്ടുണ്ട്, കോസി നദി. അപ്പൊ അത് 2 നമുക്ക് ഇനി എക്സ്ട്രാ പഠിക്കേണ്ട കാര്യമില്ലേ? യവന്മാർ 2 ചോദിച്ചു കഴിഞ്ഞാലും യവന്മാർ 2 പേരുടെയും നദി അതിൽ തന്നെ പേരിൽ തന്നെ ഉള്ളത് കൊണ്ട് അതിനി എക്സ്ട്രാ ടൈം കൊടുത്ത് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പൊ അവരെ നമ്മൾ എന്ത് ചെയ്തു? അങ്ങ് ഒഴിവാക്കി നിർത്തിയേക്കുവാണ് കേട്ടോ. ഇനി നമുക്ക് കൺഫ്യൂസിങ് ഉണ്ടാവുന്നവരെ എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു ഈസി കോഡ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട്. ഇമ്പോർട്ടൻസ് കൊടുത്ത് സുഹൃത്തുക്കൾ ഈ ഭാഗം പഠിക്കുക. ഈസി കോഡാണ്. ഒരു 5 തവണയെങ്കിലും സുഹൃത്തുക്കൾ ഇത് എഴുതി പഠിക്കാൻ ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ മറന്നു പോവാൻ സാധ്യതയുണ്ട്. അപ്പോൾ 5 തവണ എഴുതി പഠിക്കുമല്ലോ. നമുക്ക് കോഡ് നോക്കാം. GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. ഈസിയാണ്. GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി എന്നങ്ങ് പഠിക്കുക. ഒന്നുകൂടി കോഡ് പറയുവാണ്, ശ്രദ്ധിച്ചിരിക്കുക. GK പഠിച്ച
BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. ഇതിൽ GK എന്ന് പറഞ്ഞാൽ, G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഡാം, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാവേരി നദി. മറക്കരുത്, ഗ്രാൻഡ് ഡാം അല്ലെങ്കിൽ കല്ലണക്കെട്ടിനെയാണ് നമ്മൾ G കൊണ്ട് ഉദ്ദേശിച്ചത്. K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണത്? കാവേരി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. BS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബക്രാനങ്കൽ അണക്കെട്ട്. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബക്രാനങ്കൽ ഡാം ആണ്. S എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോ ബക്രാനങ്കൽ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? സത്ലജ് നദിയാണ്. കൃഷ്ണനാഗത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൽ കൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃഷ്ണ നദി തന്നെയാണ്. കൃഷ്ണനാഗത്തിൽ കൃഷ്ണ എന്ന് പറഞ്ഞാൽ കൃഷ്ണ നദിയെ സൂചിപ്പിക്കുന്നു. നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗാർജുന സാഗർ ഡാമിനെ സൂചിപ്പിക്കുന്നു. നാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാഗാർജുന സാഗർ ഡാമിനെ സൂചിപ്പിക്കുന്നു. ഇനി എന്താണ് TB? TBയുടെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെഹരി ഡാമിനെ സൂചിപ്പിക്കുന്നു. TBയുടെ T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെഹരി ഡാമിനെ സൂചിപ്പിക്കുന്നു. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗീരഥി നദിയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ തെഹരി ഡാം എവിടെയാ സുഹൃത്തുക്കളെ സ്ഥിതി ചെയ്യുന്നത്? ഭഗീരഥി നദിയിലാണ്. HMലെ H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിരാക്കുട്ട് ഡാം. M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി. എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. ഹിരാക്കുട്ട് എന്ന് പറയുന്ന സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാനദിയിലാണ്. ഇനി BPLA സുഹൃത്തുക്കളെ കൂടിയത്, അതിലെ B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ബിയാസ് നദിയാണ്. ഓർക്കുക, B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി. അതുപോലെ P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോങ് ഡാം. B എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിയാസ് നദി, P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോങ് ഡാം. അപ്പോ കേരള PSC ഇതുവരെ ചോദിച്ചിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട ഡാമും ആ ഡാമുകൾ സ്ഥിതി ചെയ്യുന്ന നദിയും നമ്മുടെ മനസ്സിൽ കിട്ടിക്കഴിഞ്ഞു. ഒരൊറ്റ സിംഗിൾ കോഡേ നമ്മൾ ഉപയോഗിച്ചോളൂ. കോഡ് എന്താണ്? GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. ഒന്നുകൂടി കോഡ് പറയുവാണ്. GK പഠിച്ച BS കൃഷ്ണനാഗത്തെ കണ്ട് TB പിടിച്ച HMന് BP കൂടി. സുഹൃത്തുക്കൾ ഇതൊരു 5-6 തവണ എഴുതി തന്നെ പഠിക്കുക, നിങ്ങളുടെ മനസ്സിൽ നിൽക്കും. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹാലജൻസ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹാലജൻസ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ സുഹൃത്തുക്കളെ? ഹാലജൻസ് എന്ന്. 1 മുതൽ 17 വരെയുള്ള ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ സ്ഥിരം PSC LDCക്കും LGS എക്സാമിനും ചോദിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഗ്രൂപ്പ് നമ്മൾ ഇവിടെ വെച്ച് അങ്ങ് പഠിക്കാൻ പോവുകയാണ്. ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. സുഹൃത്തുക്കൾക്ക് ഒരു ടെൻഷനും വേണ്ട. ഓരോ ഈസി ഐഡിയാസ് പറഞ്ഞു തരാം സുഹൃത്തുക്കളെ നിങ്ങൾക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. 1ാം ഗ്രൂപ്പ് മൂലകങ്ങള്. ഇനി നമുക്ക് ഗ്രൂപ്പ് എന്ന് പറയണ്ട, ഇവരെ ഓരോ കുടുംബം എന്ന് പറയാം. അപ്പോ മൊത്തം നമുക്ക് എത്ര കുടുംബമുണ്ട്? 18 കുടുംബമുണ്ട്. ഈ 18 കുടുംബങ്ങളെയും നമുക്ക് എങ്ങനെ പഠിക്കാമെന്ന് നോക്കാം. 1ാം ഗ്രൂപ്പ് അല്ലെങ്കിൽ 1ാം കുടുംബ മൂലകങ്ങൾ എന്ന് പറയുന്നത് കലിയുള്ളവരാണ്. എങ്ങനെയുള്ളവരാണ്? കലിയുള്ളവരാണ്. മറക്കരുത്, 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് എന്തുണ്ട്? കലിയുണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ അവരറിയപ്പെടുന്ന പേരാണ് ആൽക്കലി ലോഹങ്ങൾ എന്നുള്ളത്. ഓക്കെയാണ്. 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ മൊത്തം എന്താണ്? കലിപ്പന്മാരാണ്, നല്ല കലിയുള്ളവരാണ്. അതുകൊണ്ട് നമുക്ക് പഠിക്കാം ആൽക്കലി ലോഹങ്ങൾ എന്ന്. 2ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങള്. 2ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന് പറയുന്നത്. അവർക്ക് ഭൂമിയോട് എപ്പോഴും ലൈൻ ആയിരിക്കും. എർത്തിനോട് എപ്പോഴും ലൈൻ ഉള്ളവരാണ് 2ാം ഗ്രൂപ്പ് മൂലകങ്ങള്. 2ാം ഗ്രൂപ്പ് മൂലകങ്ങള് ലൈൻ ഉണ്ട്. ആരോട്? എർത്തിനോട്. അപ്പോ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ പഠിക്കാലോ. 2ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ പ്രത്യേകത എന്താണ്? അവയ്ക്ക് എർത്തിനോട് ലൈൻ ഉണ്ട് എന്നങ്ങ് പഠിക്കുക. അപ്പോൾ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നാണ് 2ാം ഗ്രൂപ്പ് മൂലകങ്ങൾ. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ്, 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങൾ അവരൊരൊറ്റ കുടുംബമായിട്ടിരിക്കുകയാണ്. 3 മുതൽ 12 വരെയുള്ള കുടുംബങ്ങൾ ഒന്നിച്ചാണ് താമസിക്കുന്നത് കരുതുക. സ്വാഭാവികമായിട്ടും അവർക്കിടയിൽ എന്തുണ്ടാകും സുഹൃത്തുക്കളെ? ആക്രമണം ഉണ്ടാകും അല്ലേ? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലുള്ള ആൾക്കാരെല്ലാം കൂടെ ഒന്നിച്ചാണ് താമസിക്കുന്നത്. സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ആക്രമണം ഉണ്ടാകും. അതുകൊണ്ട് ഈ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിനെ വിളിച്ച പേരാണ് സംക്രമണ മൂലകങ്ങൾ. ആക്രമണം ഉണ്ടാക്കുന്ന സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ. കാരണം 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് ഒന്നിച്ചിരിക്കും. അതുകൊണ്ട് അവരെപ്പോഴും ആക്രമണം കാണിച്ചുകൊണ്ടിരിക്കും. സംക്രമണ മൂലകങ്ങൾ. കിട്ടിയില്ലേ? 13ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറയുന്നത് കൂട്ടത്തിലെ
ഏറ്റവും ബോറന്മാരാണ്, അതുകൊണ്ട് ബോറോൺ കുടുംബം. 13ാം ഗ്രൂപ്പ് മൂലകം എന്ന് പറയുന്നത് ആ കുടുംബത്തിലെ ഏറ്റവും ബോറന്മാരായിട്ടുള്ള കുടുംബമാണ്, അതുകൊണ്ട് നമ്മൾ അവനെ വിളിച്ചു ബോറോൺ കുടുംബം. എന്താണ്? ബോറോൺ കുടുംബം. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, അതുകൊണ്ട് കാർബൺ കുടുംബം. 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ കുടുംബം. അപ്പോ 14ാം ഗ്രൂപ്പ് മൂലകത്തിന് സ്വന്തമായിട്ട് കാറുണ്ട്, അതുകൊണ്ട് 14ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കാർബൺ കുടുംബം. എന്ത് പേരിൽ അറിയപ്പെടുന്നത്? കാർബൺ കുടുംബം. 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ത് കാര്യവും നൈസായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്ന കുടുംബമാണ് കേട്ടോ. 15ാം ഗ്രൂപ്പ് മൂലകങ്ങള് എന്ത് കാര്യത്തിനെ നൈസായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് നൈട്രജൻ കുടുംബം. 15ാം ഗ്രൂപ്പിലെ കുടുംബങ്ങളെല്ലാം നൈസായിട്ട് എന്തെങ്കിലും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് നൈട്രജൻ കുടുംബം. എന്താണ്? നൈട്രജൻ കുടുംബം. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എപ്പോഴും ആരെങ്കിലും ഓസിയായിരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് ഓക്സിജൻ കുടുംബം. മറക്കല്ലേ, 16ാം ഗ്രൂപ്പ് മൂലകങ്ങള് എപ്പോഴും ആരെങ്കിലും ഓസിയായിരിക്കും ജീവിക്കുന്നത്, അതുകൊണ്ട് ഓക്സിജൻ കുടുംബം. ഓസുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഓക്സിജൻ എന്നങ്ങ് പഠിക്കുക. 16ാം ഗ്രൂപ്പ് മൂലകങ്ങള് ആരെങ്കിലും ഒക്കെ എപ്പോഴും ഓസിയായിരിക്കും ജീവിക്കുന്നത്, അതുകൊണ്ട് ഓക്സിജൻ കുടുംബം. 17ാം ഗ്രൂപ്പാണ് കൂട്ടത്തിൽ ആരെ കണ്ടാലും ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഹാലജൻ കുടുംബം. മറക്കരുത്, 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹാലജൻ കുടുംബം. അപ്പോ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആരെ കണ്ടാലും ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഹാലജൻ കുടുംബം. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അലസന്മാരാണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങള് അലസന്മാരാണ്, അതുകൊണ്ട് അലസവാതകങ്ങൾ. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അലസവാതകങ്ങൾ, കാരണം അവന്മാര് അലസന്മാരാണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, ശ്രദ്ധിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് 1 മാർക്ക് പ്രതീക്ഷിക്കാം കെമിസ്ട്രി മേഖലയിൽ നിന്നും, അതുകൊണ്ട് ശ്രദ്ധിക്കുക. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത് ഹാലജൻ ഗ്രൂപ്പാണ്. 1 മുതൽ 17 വരെയുള്ള ഗ്രൂപ്പും നമുക്ക് കാണാതെ പഠിക്കേണ്ടതുണ്ട്, കാരണം PSC ഇതിൽ ഏത് ഗ്രൂപ്പ് വേണമെങ്കിലും എടുത്ത് ചോദിക്കാം. അപ്പോൾ 1ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എങ്ങനെയുള്ളവരാണ്? കലിയുള്ളവരാണ്, അതുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചു ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിച്ചു. ആൽക്കലി ലോഹങ്ങൾ എന്ന് വിളിച്ചു. 2ാം ഗ്രൂപ്പ് മൂലകങ്ങള് എപ്പോഴും എർത്തിനോട് ലൈൻ അടിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. എപ്പോഴും എർത്തിനോട് ലൈൻ അടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ അവരെ വിളിച്ചു 2ാം ഗ്രൂപ്പ് മൂലകങ്ങളെ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്ന്. ഇനി 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഒന്നിച്ചാണ് നിൽക്കുന്നത്, അതുകൊണ്ട് അവർ തമ്മിൽ എപ്പോഴും ആക്രമണം നടത്തിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് അവരെ നമ്മൾ വിളിച്ചു സംക്രമണ മൂലകങ്ങൾ. അപ്പോൾ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പിലെ മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് സംക്രമണ മൂലകങ്ങൾ. കൂട്ടത്തിൽ ഏറ്റവും ബോറായിട്ടുള്ള ഗ്രൂപ്പാണ് 13ാം ഗ്രൂപ്പ്, അതുകൊണ്ട് നമ്മൾ അവനെ വിളിച്ചു ബോറോൺ കുടുംബം. 13ാം ഗ്രൂപ്പ് മൂലകങ്ങളെ നമ്മൾ വിളിച്ച പേരാണ് ബോറോൺ കുടുംബം, കാരണം അവര് ബോറാണ്. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, അതുകൊണ്ട് കാർബൺ കുടുംബം. 14ാം ഗ്രൂപ്പ് മൂലകങ്ങൾക്ക് സ്വന്തമായിട്ട് കാറുണ്ട്, അതുകൊണ്ട് കാർബൺ കുടുംബം. 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്തു കാര്യം കിട്ടിയാലും അതിനെ നൈസായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് 15ാം ഗ്രൂപ്പ് മൂലകങ്ങളെ വിളിക്കുന്നു നൈട്രജൻ കുടുംബം. 15ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്തു കാര്യം കിട്ടിയാലും നൈസായിട്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കും, അതുകൊണ്ട് നമ്മൾ വിളിച്ചു നൈട്രജൻ കുടുംബം. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും ഒക്കെ ഓസിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓക്സിജൻ കുടുംബം എന്ന്. 16ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആരെങ്കിലും ഒക്കെ ഓസിക്കൊണ്ടിരിക്കും, അതുകൊണ്ട് നമ്മൾ പറഞ്ഞു ഓക്സിജൻ കുടുംബം എന്ന്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആരെ കണ്ടാലും ഹലോ ഹലോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകള്. മറക്കരുത്, 17ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലജനുകൾ. അപ്പൊ 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ ആരെ കണ്ടാലും ഹലോ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അപ്പോൾ ഹാലജനുകള്. 18ാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് കൂട്ടത്തിൽ അലസന്മാരാണ് 18ാം ഗ്രൂപ്പ്, അതുകൊണ്ട് അലസവാതകങ്ങൾ എന്നറിയപ്പെടുന്നു. 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് അലസവാതകങ്ങൾ. പഠിക്കുക. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം. പഠിച്ചോളണേ, കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഒറ്റപ്പാലം. ആദ്യ ഐക്യ കേരള പ്രസ്ഥാന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശൻ. ആദ്യ ഐക്യ കേരള പ്രസ്ഥാന സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ച വ്യക്തി ടി പ്രകാശമാണ്. തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷൻ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ അത് കെ കേളപ്പനാണ്. വർഷം 1947. പഠിച്ചോളനെ, തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷന്റെ അധ്യക്ഷൻ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്
കേളപ്പനാണ്. വർഷം 1947. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് NV കൃഷ്ണവാര്യരാണ്. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് NV കൃഷ്ണവാര്യരാണ്. ഐക്യ കേരള കൺവെൻഷനിൽ കേരള രൂപീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് E മൊയ്തു മൗലവി. ഐക്യ കേരള കൺവെൻഷനിൽ കേരള സംസ്ഥാനം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് E മൊയ്തു മൗലവിയാണ്. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS ആവശ്യം ഉന്നയിച്ച തന്റെ ഏത് കൃതിയിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.25 കോടി മലയാളികളെ പഠിച്ചോളെ. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് ആവശ്യം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ ഏത് കൃതിയിലൂടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.25 കോടി മലയാളികൾ എന്ന കൃതിയിലൂടെയാണ്. ഒന്നുകൂടി പറയാൻ സുഹൃത്തുക്കളെ ശ്രദ്ധിക്കുക. കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് കാരണമായ പ്രസ്ഥാനം ഐക്യ കേരള പ്രസ്ഥാനം. ഐക്യ കേരള പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് ഒറ്റപ്പാലത്താണ്. ആദ്യ ഐക്യ കേരള പ്രസ്ഥാനത്തിന് അധ്യക്ഷത വഹിച്ചത് T പ്രകാശം. തൃശ്ശൂരിൽ നടന്ന ഐക്യ കേരള കൺവെൻഷന് അധ്യക്ഷത വഹിച്ചത് K കേളപ്പനാണ്. വർഷം 1947. ഐക്യ കേരള പ്രതിജ്ഞ തയ്യാറാക്കിയത് NV കൃഷ്ണവാര്യർ. ഐക്യ കേരള കൺവെൻഷനിൽ കേരള രൂപീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് E മൊയ്തു മൗലവി. മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് EMS നമ്പൂതിരിപ്പാട് ആവശ്യം ഉന്നയിച്ച അദ്ദേഹത്തിന്റെ ഏത് കൃതിയിലൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1.25 കോടി മലയാളികളിലൂടെ. ഇത്രയുമായിരുന്നു നമ്മൾ ഇന്ന് നോക്കിയത്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ട സുഹൃത്തുക്കളെല്ലാവർക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരിടും.